ഹലോ, ഞാൻ സുനി സജി, രവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, ഓപ്പോസിറ്റ് രവതി വെഡിങ് കളക്ഷൻ, ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വനന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ. ഈ നാമത്തിലേ ലോകത്തിൽ മഹാത്ഭുതങ്ങൾ നടക്കുകയുള്ളൂ, ജീവൻ വയ്ക്കുകയുള്ളൂ, രോഗങ്ങൾ സൗഖ്യമാവുള്ളൂ. ഈ നാമം വിലയേറിയ നാമം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്ക്. ഈ നാമത്തിൽ ലോകത്തിൽ മക്കളൊക്കെ ലോകത്തിൽ ഉന്നതരും ക്രിസ്തു യേശുവിൽ പ്രശസ്തരുമാകട്ടെ. നമ്മളും അങ്ങനെയാകട്ടെ. അപ്പോൾ ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാവേ. എല്ലാത്തിനും മേലായ നാമം യേശുനാമം. ഇരമ്യാവ് 9:23-24. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. ബുദ്ധി ഉണ്ടെങ്കിൽ വലിയ അതിൽ ഷൈൻ ചെയ്യാനൊന്നുമില്ല, ദൈവകൃപ അത്ര മാത്രമേ ഉള്ളൂ. ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. ധനം എങ്ങനെ ഉണ്ടാകണം? മറ്റുള്ളവർക്ക് കൊടുക്കാനും നമ്മളൊരു ഉപകാരമായി അനുഗ്രഹമായി നിൽക്കാനാണ്. ദൈവമാണ് എല്ലാം തന്നത്, നമുക്കടെ അല്ലല്ലോ എല്ലാം. ഒന്നും നമുക്കല്ല, എല്ലാം തരുന്നവൻ്റെ. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഒരാളപ്പോൾ ഷൈൻ ചെയ്യുന്നില്ല. ദൈവത്തെ അറിയാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ദൈവത്തെ അറിയുന്നവനാ, ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നവനാ, ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവൻ. ഇങ്ങനെ നമ്മൾ പ്രശംസിക്കാൻ ഇടവല്ല. അതിലാണ് എനിക്ക് ദൈവത്തിൻ്റെ സ്വഭാവമാണ് അഭിമാനത്തിൽ പറ. അതായിരിക്കട്ടെ മനുഷ്യൻ്റെ പ്രശംസ. ഇതിലല്ലയോ എനിക്ക് പ്രസാദമുള്ളതെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ തിരികെത്തിച്ചോ ഇവിടുന്ന് കിലോമീറ്റർ മണിക്കൂറുകൾ നടന്ന് ഏതെങ്കിലും പള്ളിയിൽ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ ചെയ്യേണ്ടത് ദൈവത്തിനെ അറിയുക, ദൈവത്തിൻ്റെ വചനം പാലിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ഉപകരണമായി മാറുക, ബോൺ അഗെയിൻ ക്രിസ്ത്യനാകുക. ഇതൊക്കെയാണ് ദൈവത്തിന് പ്രസാദമുള്ളത്. അപ്പോൾ നമുക്കങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലുള്ളവരാണ്, നമുക്കങ്ങനെ ആകാൻ ശ്രമിക്കാം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി ഒരു അനുഗ്രഹമായി നമുക്ക് ഭൂമിക്കും കുടുംബത്തിനും ഒക്കെ അനുഗ്രഹമായിട്ട് നിൽക്കാം. അപ്പോൾ നമുക്ക് അതിമനോഹരമായ വീഡിയോസ് നോക്കാം. ഇന്ന് മുടിയുടെ വീഡിയോ. മുടിയുടെ എന്നാന്ന് വെച്ചാൽ നമ്മൾ കരാട്ടിനാണ് ഏറ്റവും കൂടുതൽ ചെയ്യണത്. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലസ് കെ ബയോട്ടാൻസ് ഇപ്പോൾ ചെയ്യണത്. ഇനി ഇതിലും വലുതിറങ്ങിയാൽ അതും ചെയ്യട്ടെ. ഇപ്പോഴത്തെ നിലവിൽ ഏറ്റവും നല്ല അപ്ഡേറ്റ് പ്രൊഡക്റ്റാട്ടോ. ഇങ്ങനെ നല്ല റിസൾട്ടാണ്. പിന്നെ ഒരു വർഷത്തോളം നിൽക്കും. മസ്റ്റായിട്ട് ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണമെന്ന് മാത്രം. അപ്പം പിന്നെ നമ്മൾ സ്ട്രൈറ്റ്നിങ്, ഹെയർ ലാക്സിങ് എല്ലാം ഉണ്ട് കേട്ടോ. കംപ്ലീറ്റ് എല്ലാ സംഭവം ചെയ്യും. പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് സ്പായൊക്കെ ചെയ്ത് കൊടുക്കണം. ഈ എണ്ണ തേക്കില്ല. ഇപ്പോൾ ആൾക്കാരധികം എണ്ണ ഒന്നും തേക്കില്ലല്ലോ. എണ്ണ തേക്കില്ലെങ്കിൽ നമുക്ക് സ്പാ ചെയ്ത് കൊടുത്തില്ലെങ്കിലും മുടിക്ക് ഇങ്ങനെ ആ മസാജിങ്ങും സ്പായും ഒക്കെ അങ്ങനെ ചെല്ലുമ്പോൾ പെട്ടെന്ന് മുടി വളരും. ആ കാച്ചെണ്ണ തേച്ച് മുടി വളരും. ഈ കാച്ചെണ്ണ അതൊക്കെ വെറുതെ ആട്ടോ. ഞാൻ പണ്ട് ഒരു മുടി ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് താഴെ ഇങ്ങനെ ഇറങ്ങി മുടി വരാൻ വേണ്ടി, മുടി വളർന്ന് എനിക്കൊരു ലെവലാകുമ്പോൾ പിന്നെ വളരില്ല. അങ്ങനെ ഞാൻ കാച്ചെണ്ണ തേച്ച് എൻ്റെ മുടിയുടെ പകുതിയോളം അങ്ങ് കൊഴിഞ്ഞു പോയി. മൂപ്പ് തെറ്റിപ്പോയി. ഞാൻ തന്നെ ആരാണ്ടൊക്കെ പറഞ്ഞ് ഏതാണ്ടൊക്കെ കേട്ട് ഇളക്കി മറിച്ച് എൻ്റെ ദൈവമായി ചിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒക്കെ ഇങ്ങനത്തെ വലിയ സംഭവത്തിനൊന്നും പോകണ്ട. നമ്മൾ D3 ടെസ്റ്റ് ചെയ്യുക, മൾട്ടി വിറ്റാമിൻ ഗുളികകൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ ഫോളോ അപ്പ് ചെയ്യുക, ഇതുകൂട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഏറ്റവും അത്യാവശ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമായിട്ടാണ് D3. അത് കുറവ് വരുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് എടുത്തുകൊണ്ടിരിക്കണം. ഞാൻ മേടിച്ച് വീട്ടിൽ സ്റ്റോക്ക് വെച്ചേക്കാം. ഞാനിങ്ങനെ പറയും, ഇങ്ങനെ വെള്ളം കുടിക്കുന്ന അവിടെ കൊണ്ടുപോയി വെച്ചേക്കുക. അങ്ങനെയെങ്കിലും ഓർത്ത് എല്ലാ ആഴ്ചയിലും നോക്കാറൊന്നുമില്ല. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എന്നതാ, അപ്പം ബ്യൂട്ടി പാർലറിൽ വരിക, ഫേഷ്യലൊക്കെ ചെയ്യുക, സ്കിന്നിന് ഗ്ലോ. ഇത് എല്ലാം ഒന്നുമില്ല. സ്കിന്നൊന്നും നോക്കാണ്ടിരുന്നാൽ 10,000 രൂപയുടെ സാരി കൊടുത്തിട്ട് എന്നാ കാര്യം? 1,00,000 രൂപയുടെ സ്വർണ്ണം ഇട്ടിട്ട് എന്ത് കാര്യം? ഒരു കാര്യവുമില്ല. സൗന്ദര്യം എന്ന് പറയുന്നത് ദൈവം തന്നില്ല. ഈ മുടി, ഈ സ്കിന്ന്, ഏറ്റവും വലിയ സൗന്ദര്യം നമ്മുടെ ക്യാരക്ടറിലാട്ടോ. എന്ത് പുറമെ സൗന്ദര്യം ഉണ്ടായിട്ടെന്നാലും ഉള്ളിലത്തെ ക്യാരക്ടറിൻ്റെ സൗന്ദര്യമാണ്. അതിൽ ദൈവം വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ക്യാരക്ടറാകുമ്പോൾ അതാണ് ഏറ്റവും സൗന്ദര്യം. സന്തോഷമുള്ള ഇത് ഹൃദയം മുഖത്തിൻ്റെ കണ്ണാടിയോ അങ്ങനെയാണെന്നല്ലേ പറഞ്ഞുള്ളത്, മറന്നുപോയി. ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഗ്ലാമർ വയ്ക്കും കേട്ടോ. ഞാൻ ഹോസ്റ്റലിൽ പോയാൽ എല്ലാവരും പറയും ഭയങ്കര ഭംഗി വയ്ക്കുക. ഹോസ്റ്റലിൽ പോയിട്ട് തട്ടകസിച്ച് ചിരിയും കളിയാലോ. വീട്ടിട്ട് വന്നാൽ നേരെ തിരിച്ചാ ആങ്ങളമാരുമായിട്ട് ഇടി അടി ഇങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾക്കിടെ സന്തോഷവും ചിരിയും കളിയൊക്കെയാണ് നമുക്ക് സൗന്ദര്യം ഉണ്ടാക്കണേ. അപ്പോൾ നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പെട്ടെന്ന് വാ. മുടിയൊക്കെ ചെയ്ത് മേക്കപ്പിന് ഒത്തിരി മേക്കപ്പ് ഉണ്ട് കേട്ടോ. അടുത്ത ആഴ്ച കല്യാണത്തിൻ്റെയൊക്കെ മേക്കപ്പിൻ്റെ വീഡിയോ ഇടാതെ. അപ്പോൾ എല്ലാം കൂടെ കൂടി എൻഗേജ്മെൻറ്റും കല്യാണവും ഇതെല്ലാം കൂടെ കൂടിയ കൊച്ചിൻ്റെയൊക്കെ ഇടാം.
അപ്പോൾ എല്ലാ ആഴ്ചയിലും ഏപ്രിലൊക്കെ നിറച്ച് മേക്കപ്പ് ഉണ്ട്. നല്ല സിമ്പിൾ മേക്കപ്പ്, എയർ ബ്രഷ് മേക്കപ്പ്, സ്കിൻ ഗ്ലാസ് മേക്കപ്പ്, എല്ലാ മേക്കപ്പ് അപ്ഡേറ്റ് സാധനവും പ്രൊഡക്റ്റും എല്ലാം ഉണ്ട്. എപ്പോഴും നിങ്ങൾ നോക്കിയോ, പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ്. ഇന്നലെ ഒരാൾ പുതിയതായിട്ട് വന്നു, അവർക്ക് ചെയ്യുന്നേക്കാളും കൂടുതൽ ഞങ്ങളെപ്പോലെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. നാച്ചുറൽ ലുക്കിൽ മേക്കപ്പും ചെയ്യാൻ പറ്റും. മറ്റവരെ കുറ്റം പറഞ്ഞല്ല കേട്ടോ. അപ്പോൾ എപ്പോഴും അതെ, എക്സ്പീരിയൻസ് ആണ്. പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു അപ്പീലുമില്ല. അപ്പോൾ നിങ്ങൾ രേവതി ബ്യൂട്ടി പാർലർ സന്ദർശിക്കുക, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സന്ദർശിക്കുക, രേവതി വെഡ്ഡിങ് കളക്ഷൻ സന്ദർശിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് തുടർന്ന് നമ്മുടെ വീഡിയോസ് നോക്കിയാലോ. ഈ ഹെയർ മേക്കോറിൽ വന്ന കേട്ടോ, ഇതിങ്ങനെ പിരിപിരിന്നുള്ള സൈസ് മുടിയാണ്, ഫ്രിസി ആയിട്ട് ചുണ്ടികളുണ്ട്. ഇത് ആശാക്ക് തന്നെ ഒന്ന് അയൺ ചെയ്ത് വെച്ചേക്കണേ. ഇത് എപ്പോഴും D3 കുറവാണെന്നാണ് പറഞ്ഞത്. അതിൻ്റേതാണ്, വലിയ പ്രായമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. എല്ലാവരും പറയും പ്രായം, അയ്യോ പ്രായമായില്ലേ. പണ്ടൊക്കെ 55 വയസ്സിലാണ് വൈറ്റ് ഹെയർ സ്റ്റാർട്ട് ചെയ്യണേ. അല്ലാണ്ട് ഇങ്ങനെ അതാണ് പ്രായം. വൈറ്റ് ഹെയർ സ്റ്റാർട്ട് ചെയ്യണ പ്രായം 55 വയസ്സാണ്. 60-65 വയസ്സാകുമ്പോഴാണ് നര ശരിക്കും ആവുള്ളൂ. ഇപ്പം 30 വയസ്സ് 25 വയസ്സാകുമ്പോൾ വൈറ്റ് ഹെയർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ D3 നോക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു D3 നോക്കിയായിരുന്നോ എന്ന് ചോദിച്ചു. പറഞ്ഞു പിള്ളേർക്ക് ഇതിനൊക്കെ കുറവാണ്. അപ്പം കഴിക്കണൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. D3 കുറവിൻ്റെയാണ് ഈ ഇങ്ങനെ വൈറ്റ് ഹെയർ ഒക്കെ വന്നത്. അപ്പോൾ നിങ്ങനെ മുടി ചെയ്യാൻ പോവുക. ഇത് അയൺ ചെയ്തിട്ടേക്കണേ കേട്ടോ. മൊത്തത്തിൽ നല്ല ഫ്രസി ഹെയറാണ്, നല്ല ഫ്രസി ഹെയറാണ്. നമ്മളിപ്പോൾ കരാട്ടിൻ, നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക്, ബയോടാനിക്സ് ചെയ്യണേ. കരാട്ടിൻ ചെയ്ത് ആഫ്റ്റർ കെയറും ഇങ്ങനെ ചെയ്തുകൊണ്ട് കിടന്നാൽ 1 വർഷമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ റീഅടിച്ചാൽ മതി. എൻ്റെയൊക്കെ റീഅടിക്കാറായിട്ടോ. ഏറ്റവും പ്രശ്നം ഈ ഫ്രണ്ട് കളർ ചെയ്യണേ, അവിടെ മാത്രം പെട്ടെന്ന് കളർ ചെയ്യുമ്പോൾ ഇച്ചിരി ഇന്ന് മാസം ഇത്ര എൻ്റെ ഇപ്പം ചെയ്യാറായി. മാസം ഇത്ര 2 പ്രാവശ്യം കളർ ചെയ്യണ്ടേ. ഈ അങ്ങനെ ഒരു കെമിക്കൽ ഇത് വന്നാൽ ഇവിടെ മാത്രം ഒരു 5-8 മാസം ആകുമ്പോഴത്തേനും ചീത്തയാവുള്ളൂ. അപ്പോൾ എല്ലാ പുറത്തുനിന്നുള്ളവരും ഇങ്ങനെ നമുക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം തന്നെ. അപ്പോൾ ആഫ്റ്റർ കെയർ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. മുടി പനങ്ങല പോലെ ആയിക്കോളും. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഏറ്റവും അപ്ഡേഷനായിട്ട് കരാട്ടിൻ, നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക്, ബയോടാനിക്സ്. അപ്പോൾ അതാണ് ചെയ്യാൻ പോണേ. യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യൂ. ഹെയർ മേക്കോവർ കഴിഞ്ഞു കേട്ടോ. ഈ കളർ ചെയ്യാനുണ്ട്. അടുത്ത ദിവസം കളർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയുടെ ഇടാം. അപ്പോൾ ഇതിന് ശരിക്കും ഭയങ്കര നല്ല ഓളിയുള്ള മുടിയാണ്. ആ കളർ ചെയ്ത് കഴിയുമ്പോൾ ആ ഓളിയും നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുള്ളൂ. നല്ല പാട് ചെയ്യാൻ, നല്ല ഫ്രഷി ഇങ്ങനെ. ആഫ്റ്റർ കെയറിൻ്റെ യൂസിൻ്റെ കുറവൊന്നും പറ്റിയില്ല. ആഫ്റ്റർ കെയർ നന്നായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കിടെ ആ ഫ്രഷ്നെസ് മുടിയിൽ നിന്ന് പാടെ മാറും. കാരണം എൻ്റെ മുടി ഒത്തിരി ഫ്രഷി, ഭയങ്കര ഡ്രൈ ആണ്. എണ്ണ ഇങ്ങനെ വെച്ച താഴ് പോകണം. എൻ്റെ ഈ ആഫ്റ്റർ കെയറിൽ കുളിച്ചാൽ ഞാൻ അതിൻ്റെ ഡ്രൈനെസ് മാറ്റിയത്. അപ്പോൾ ഈ മുടിക്കൊന്നും കുഴപ്പമുള്ള മുടിയല്ല, തിക്നെസ് ഉള്ള മുടിയാണ്. അപ്പോൾ ഈ കളർ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഭയങ്കര രസമായിട്ടിരിക്കും. നല്ല ഭയങ്കര ഇപ്പം നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാൻ ഇഷ്ടപ്പെട്ടപ്പോൾ മോൻ കാണിക്കൂല. ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഇതിലൂടെ കാണാം. അപ്പം ഇങ്ങനെ ചെയ്യാനുള്ളവർ പോലെ ഒക്കെ ചെയ്തേക്കണം. കരാട്ടിൻ, നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക്, ബയോടാനിക്സ് ഭയങ്കര നല്ല റിസൾട്ടായിരുന്നു. അത് കാരണം നമ്മൾ നാനോ പ്ലാസ്റ്റിക് ആയിരുന്നു ഇതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് മുമ്പ് ബോട്ടോസ് ആയിരുന്നു. കരാട്ടി തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ കരാട്ടിൻ്റെ പല ഭേദങ്ങളുണ്ട് കേട്ടോ. ഏറ്റവും നല്ലതിൻ്റെ ഇതാണ് ഇപ്പം നിലവിൽ. എല്ലാം ബ്രാൻഡഡായിട്ട് കരാട്ടി യൂസ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കൊള്ളൂരെന്നൊക്കെ പറയണം. കരാട്ടി എപ്പോഴും ബ്രാൻഡ് കമ്പനിയുടെ യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ മുടി ചെയ്യാനുള്ളവർ ഇങ്ങനെ ചെയ്ത് ഇടുക. നമുക്ക് ആ മുടി തന്നെ ശരിയായ നമുക്ക് തലയ്ക്ക് പകുതി ഇങ്ങനെ ഭാരം കുറയും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പോരെ. അപ്പോൾ പിന്നെ ഫേഷ്യൽ ഇതിലൊക്കെ ഈ മാസം 31 തീയതി മാർച്ച് 31 വരെ 25% ഡിസ്കൗണ്ട് ഉണ്ട്. അതൊക്കെ ബെനിഫിറ്റുകളെല്ലാം യൂസ് ചെയ്യുക. ശരിയത്. ഹലോ, ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാണ്. കുഞ്ഞിക്കുടാപ്പിയാണ്, പക്ഷേ ഹെയറൊക്കെ പൊട്ടിയിരിക്കുക. നമ്മളിങ്ങനെ പിള്ളേരുടെ ഹെയർ പൊട്ടുമ്പോൾ എണ്ണ തേക്കാഞ്ഞിട്ടാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് പിള്ളേരെ വഴക്ക് പറയാണ്ട് പിള്ളേർക്ക് D3 ഉണ്ടോ, ഹീമോഗ്ലോബിൻ ഉണ്ടോ, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യണ്ടോ. സിങ്കോവൈറ്റ്, ബയോട്ടിൻ, D3യുടെ ഇതെല്ലാം കൊടുത്ത് മുട്ട ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണം. കാരണം ഈ പ്രായത്തിൽ രക്തം തിളക്കണ പ്രായം മുടി തിളങ്ങും. അപ്പോൾ ഇങ്ങനെ പൊട്ടൽ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കണ്ണാടി വെച്ചാൽ അല്ലെങ്കിൽ നോക്കുമ്പോൾ എല്ലാവരുടെ മുടി നല്ലതാണ്. അപ്പോൾ ഈ മുടിയെല്ലാം ഇങ്ങനെ തിക്കായിട്ട് താഴത്തോട്ട് വരണ്ട. ഇത്
ഇപ്പം ചെയ്ത് കഴിയുമ്പോൾ പൊട്ടലൊന്നും കാണില്ല, പക്ഷെ അതിൽ തൃപ്തിപ്പെട്ടിരിക്കരുത്. നമ്മുടെ ആരോഗ്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. പിള്ളേർക്ക് ഒന്നും പറഞ്ഞാൽ കേൾക്കൂല, പക്ഷേ പേരൻസ് നിർബന്ധിച്ച് വിറ്റാമിൻ ഗുളിക തീറ്റിക്കണം, പിന്നെ മുട്ട മസ്റ്റായിട്ട് തീറ്റിക്കണം. പച്ചക്കറി ഞാൻ തിന്നാറില്ല, അത് വേറെ പച്ചക്കറി എന്ന് പറയണില്ല. എങ്ങനെയും ഒക്കെ നല്ല സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തോ, അവരെ തന്നെ അത് സൂപ്പ് ഉണ്ടാക്കിപ്പിക്കുക, എന്നിട്ട് നമുക്കൂടെ കുടിക്കാം. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് ബയോടാനിക്സ് ആയിട്ട് ചെയ്തേക്കണേ. ഞാൻ പറയുന്നത് ഇപ്പോൾ പൊട്ടലൊന്നും അറിയില്ല, കാണുന്നില്ല, എല്ലാം ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ സൂപ്പറായിട്ട് കിടക്കണം. ഇത് കണ്ടുകൊണ്ട് ആരോഗ്യം നോക്കാണ്ടിരിക്കരുത്. പൊട്ടൽ ഓൾറെഡി ഉണ്ട്, അത് നമ്മൾ കവർ ചെയ്ത് വെച്ചേക്കും, ഒരു പ്ലാസ്റ്റിക് കൂട്ടി കയറണ പോലെ. അങ്ങനെയാണ് കരാട്ടിൻ. അപ്പോൾ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഉള്ളിൽ സിങ്കോവൈറ്റ്, ബയോട്ടിൻ, D3 എന്തൊക്കെ വിറ്റാമിൻ കുറവെന്നൊക്കെ ടെസ്റ്റ് ചെയ്യുക, അതൊക്കെ നോക്കുക, ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഇതെല്ലാം വേണം. അപ്പോൾ ഇത് കണ്ടോ കിടക്കണ കണ്ടോ. ഈ കരാട്ടിനൊരു ഗുണമുണ്ട്, ഇച്ചിരി നാച്ചുറൽ ലുക്ക് തോന്നിക്കും. മറ്റേ ഹെയർ ലാക്സിങ്ങും മറ്റേ സ്മൂത്തനിങ്ങും ഒക്കെ ചെയ്യണ പോലെയല്ല, ഇതിനൊരു നാച്ചുറൽ ലുക്ക് തോന്നിക്കും. ഇത് ഓർഗാനിക്കാണ്. വാഷ് ചെയ്യുമ്പോൾ 10-40 വാഷ് എന്ന് പറഞ്ഞാൽ, പക്ഷെ മിക്കവർക്കും 8-9 മാസമൊക്കെ തലയിൽ നിന്ന് കിളുത്ത് വന്നത് നോർമലേ വരുള്ളൂ. ഇതിനൊക്കെ ഈ മുടിയൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്നാണ് മുടി ചേഞ്ച് വരില്ല. വർഷത്തിലൊരിക്കലൊക്കെ പുറത്തുള്ള കൊച്ച കണ്ടാൽ തോന്നുമോ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ ബോധം കെട്ടി ഇതുവരെ ഞാൻ നോർമലായിട്ടില്ല. ഞാൻ +2 കൊച്ച പുറത്തേട്ട് പഠിക്കാൻ പോകാൻ നോക്കൊണ്ട് എന്നെ ചെയ്യാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞ കൊച്ചാന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞെട്ടാനിരിക്കും കേട്ടോ. എല്ലാവരെയും കണ്ടാൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് ചെയ്ത് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരൊക്കെ പോരെ, അതീവ മനോഹരമായിട്ട് നമ്മുടെ മുടി ഇങ്ങനെ ഒഴുകി, അത് നമ്മുടെ ഒരു ആഗ്രഹമല്ലേ. ഈ പോറുകാരൊക്കെ ഇങ്ങനെ മുടി അതുപോലെ കിടക്കും. നമുക്കും അതൊക്കെ ചെയ്യാൻ പറ്റും. ഇനി എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്തേ നടക്കുകയുള്ളൂ. കാരണം ഇതൊക്കെ എല്ലാവരുടെ സ്വപ്ന. പല്ല് കെട്ടിക്കുക, മുടി ഇങ്ങനെ ചിരിക്കുമ്പോൾ മുല്ലമൊട്ട് വേണം, മുടി ഇങ്ങനെ ഒഴുകി ചാടണം, ഇതെല്ലാം കിട്ടും. ഹെൽത്തൂടെ നോക്കണേ, ഹെൽത്തിലാണ് ഇതെല്ലാം കേട്ടോ. അപ്പോൾ എൻ്റെയൊക്കെ പല്ലിൻ്റെ ഇവിടത്തേക്കൊക്കെ പോയാൽ ഇപ്പം 1-2 പ്രാവശ്യം കെട്ടിക്കണം, ഈ കെട്ടാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ ഇപ്പോഴല്ല, കുറേ നാൾ മുമ്പ്. അപ്പോൾ നമ്മളപ്പോൾ പല്ലൊക്കെ കെട്ടി ശരിയാക്കണമെങ്കിൽ ഇവിടെയൊക്കെ പല്ല് വേണേ. എല്ലാം ക്യാപ്പ് ഇട്ട് ഇങ്ങനെ ആരോഗ്യത്തിൻ്റെ പ്രോബ്ലത്തിൽ എനിക്ക് എന്തോരം ആരോഗ്യ ഇത് പറ്റിയെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്കൊന്നും പറ്റാണ്ടിരിക്കാനാണ് ഞാൻ ഈ ഹെൽത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ മുടിയുള്ളവരൊക്കെ പെട്ടെന്ന് വരെ ശരിയല്ല. ഈ മുടി ഹെയർ മേക്ക് ഓവറിന് വന്നതാണേ. അപ്പോൾ ഈ കൊച്ചിനെ വിത്തൗട്ട് കെമിക്കൽ നാനോപ്ലാസ്റ്റിയ ചെയ്യണേ. കരാട്ടിൻ്റെ നിങ്ങളെല്ലാവരും പറയും ഞങ്ങൾ പോയി കരാട്ടിനെ ചെയ്തേ, എന്നിട്ട് മുടിയൊക്കെ വൃത്തിയായി പൊട്ടയായി. ഞങ്ങൾ പല കരാട്ടിൻ ചെയ്തുകൊണ്ടിരുന്ന. നിങ്ങൾ നോക്കുക, കരാട്ടിൻ്റെ ഏറ്റവും അപ്ഡേറ്റ് സാധനമാണ് നാനോപ്ലാസ്റ്റിയ. നാനോപ്ലാസ്റ്റിയ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ചേഞ്ച് ഫീൽ ചെയ്യും. ഞാൻ എല്ലാ കരാട്ടിനും ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന. കരാട്ടെ സ്റ്റാർട്ട് ചെയ്ത കാലം മുതൽ ഇവിടെ കരാട്ടിനും ചെയ്തുകൊണ്ടിരുന്ന മുടിയിൽ. പക്ഷെ നാനോപ്ലാസ്റ്റിയയുടെ അത്രയും എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ടത്, അത് ഒരു ഭയങ്കര നല്ല റിസൾട്ട് അതിനുണ്ട്. ഇത് കൂടിയത് നല്ലത് വരില്ലേ എന്ന് വെച്ചാൽ പിന്നെ വരില്ലേ, അത് അന്നേരം ഇപ്പം നിലവിലില്ല. അപ്പം ഏറ്റവും നല്ലത് എൻ്റെ നോട്ടത്തിൽ നാനോപ്ലാസ്റ്റിയ. അപ്പം അത് ചെയ്യുമ്പോൾ ഈ മുടി ഇപ്പം കണ്ടിട്ട് വലിയ ഭംഗിയൊന്നുമില്ലല്ലോ മുടി കണ്ടിട്ട്. അപ്പോൾ ഇതിന് യേശുവിൻ്റെ കൃപയാൽ ഭംഗി വയ്ക്കുന്ന കാഴ്ച കണ്ടോട്ടോ. 4 മണിക്കൂർ കഴിയുമ്പോൾ പരസ്യത്തിന് വരണ പോലെയാവും ഈ മുടി. മുഖമൊന്നും ആരും കാണിക്കൂല, നല്ല ഗ്ലാമറുള്ള ആൾക്കാരാട്ടോ. അപ്പൊ എന്റെ മുഖം നിങ്ങൾ കണ്ടോണ്ടിരുന്നാൽ മതി, അല്ലാണ്ട് എന്താ ചെയ്യുന്നത്. അപ്പൊ ശരി, എന്താ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് മുടി കണ്ടോ. ഇപ്പൊ ആ മുടി ആടോ നോക്കിക്കേ. തൊട്ടാലിങ്ങനെ അല്ലേലും വലിയ ഡ്രൈനെസ് ഇല്ലായിരുന്നു ഈ ഹെയറിന്. പക്ഷെ ഈ അടി വളഞ്ഞ് കയറി അതൊക്കെ മാറി. പക്ഷെ നാനോപ്ലാസ്റ്റി ആട്ടോ ചെയ്തേക്കണ. കരാട്ടിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരാട്ടോ നാനോപ്ലാസ്റ്റിയ. അപ്പൊ ഇനി 4-5 മാസം കഴിയുമ്പോൾ നമുക്ക് റീ എടുക്കണം. ഞാൻ പറഞ്ഞില്ലേ നാളെ ഫിലിപ്പീൻസ് ആ കൊച്ചു വന്നപ്പോൾ പറഞ്ഞു 6 മാസം കൂടുമ്പോൾ ഇതിന്റെ ഹെയറിൽ പിടിക്കണം. എൻ്റെ അമ്മ കെട്ടാനും പറ്റൂല, പിടിച്ചാൽ താഴ്പോവും. എൻ്റെ അമ്മ എന്ത് പാടുപെട്ടോ. 6 മാസം കൂടുമ്പോൾ അവരെല്ലാവരും കരാട്ടിൻ ചെയ്യുന്നു. അപ്പം നമുക്കിടെ ഇപ്പം അപ്ഡേറ്റ് സാധനമാണ്. അവരെല്ലാം അങ്ങനെ മുടിയ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പം ഇനി നമ്മുടെ നാട്ടിലും എല്ലാം അങ്ങനെയാകും. മുടിയൊക്കെ നമ്മളിങ്ങനെ പരസ്യത്തിലൊക്കെ അല്ലേ ഇങ്ങനെ കാണുള്ളൂ. തൊട്ട ഇങ്ങനെ ഒഴുകി കിടക്കണതൊക്കെ നമ്മുടെ ഒരു സ്വപ്നമല്ലായിരുന്നോ.
നമ്മളെ എണ്ണയൊക്കെ തേച്ച് നടക്കുമ്പോൾ കുറച്ചൊന്ന് എണ്ണ കുഴഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പൊ നോക്കിക്ക് എന്ത് ഭംഗിയാണ്. ഇതിപ്പോ മുടിയില്ലെന്ന് പറയും, ഇത്ര മുടിയൊക്കെ അല്ലേ ഇപ്പൊ ഉള്ളവർക്കുള്ളൂ. ആ മുടിയൊക്കെ എന്ത് ഭംഗിയാണ്. ഇനി ഇത് എല്ലാം ഷാമ്പൂ, സ്പായ, സിറം ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ സൂപ്പർ ഹിറ്റ് ആയിക്കോളും, അടിപൊളി ഇതായിക്കോളും, സംഭവമായിക്കോളും. അപ്പം ഇഷ്ടപ്പെട്ട മോളെ ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നാട്ടെ പറഞ്ഞേ. വലിയൊരു ബിസിനസ് വുമൻ്റെയാണ് ചെയ്തത്, പക്ഷെ ആരാന്ന് പറയണ്ടെന്ന് പോയി. അങ്ങനെ ഒരു ഭാഗ്യ ശുഭ്രം തന്നു. അപ്പോൾ കണ്ടോ, അതീവ മനോഹരമായിട്ട് സൂപ്പർ സംഭവം. ശരി എന്നാ ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. നിങ്ങൾ ഈ ഹെയർ മേക്ക് ഓവറിന് വരുന്ന ആരും തല നനച്ചിട്ട് വരണം കേട്ടോ. ഇത് ഉണങ്ങിയിട്ടില്ല, ഓടി കുളിച്ച് തലയൊക്കെ കഴുകി എനിക്ക് എളുപ്പത്തിൽ പണിയൊപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഈ മുടി ഇങ്ങനെ നല്ല ഒത്തിരി പൊട്ടലുണ്ട്. ഇത് അവരെന്നെ വഴക്ക് പറയും, അവരുടെ മുടീനെ പിടിച്ചിട്ട് കുറ്റം പറയുക എന്ന് പറയണേ. മുടീനെ കുറ്റം പറയണില്ല, പൊട്ടലൊക്കെ മാറാൻ വേണ്ടിയല്ലേ പറയണേ. അപ്പോൾ പൊട്ടല് ഇങ്ങനെ ഫ്രിസി അല്ല, ഈ സോഫ്റ്റ് ഹെയറിലെ കനം കുറഞ്ഞ നമ്മൾ അപ്പൂപ്പന്താടി പോലത്തെ മുടി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സോഫ്റ്റ് ഹെയർ ആണ്. ഇതിപ്പോൾ ബയോട്ടാനിക്സ്, അതല്ലേ ഇതിൻ്റെ പേര്, ബയോട്ടാനിക്സ് ചെയ്യാൻ പോവാണ്. യേശുവിൻ്റെ കൃപയാൽ കരാട്ടിൻ്റെ പേരാട്ടെ ഈ പറഞ്ഞത്. നിങ്ങൾ എല്ലായിടത്തും പോയി കരാട്ടിൻ ചെയ്യുന്നോ? ഏത് കരാട്ടിനും ഏത് ആർക്ക് പേര് പോലും അറിയാൻ പാടില്ല. കരാട്ടിൻ തീരെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ ചെയ്താൽ തലയ്ക്കൊന്നും കൊള്ളൂന്നാട്ടോ പറയണേ. നമ്മൾ കരാട്ടിൻ്റെ ഏറ്റവും അപ്ഡേറ്റ്, ഏറ്റവും നല്ല അവർ പറഞ്ഞേക്കണ ഇത് 9 വയസ്സ് മുതൽ, 9 വയസ്സാണോ 9ാം ക്ലാസ്സിൽ പഠിക്കണം, 9 വയസ്സ് മുതൽ 12 വയസ്സ് മുതൽ പ്രഗ്നൻസിയിലുള്ളവർക്ക് വരെ ചെയ്യാൻ നോ കെമിക്കലൊക്കെ ആണെന്നാണ് ഇവർ വാഗ്ദാനം പറയണേ. എന്നെ നല്ല റിസൾട്ടാണ്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ബയോട്ടാനിക്സ് എന്നുള്ള ഇതിൻ്റെ പേര് പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ? ബയോട്ടാനിക്സ് ആണ് ചെയ്തത്. കരാട്ടിനിൽ നാനോപ്ലാസ്റ്റിയേനേക്കാളും അപ്ഡേറ്റ് ആണ്. ഇത് നല്ല റിസൾട്ടാണ്, സൂപ്പർ റിസൾട്ടാണ്. ഈ കരാട്ടിൻ എന്ന് പറഞ്ഞാൽ 40 വാഷമുള്ളൂ കേട്ടോ. പക്ഷേ ഇങ്ങനെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. പക്ഷേ ലാഭം കൂടുതൽ ഹെയർ റിലാക്സിങ് ഒക്കെ കേട്ടോ. ഇതിൻ്റെ പ്രൊഡക്റ്റിന് നല്ല വിലയായത് കാരണം എനിക്ക് വലിയ ലാഭം തോന്നാറില്ല ഇത് ചെയ്യുമ്പോൾ. നമ്മൾ നാനോപ്ലാസ്റ്റിയുടെ അപ്ഡേറ്റ് ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നായാലും ആയിക്കോട്ടെ, അവർ പുതിയത് എടുത്തു നോക്കാൻ നോക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും നല്ല റിസൾട്ട് നാനോപ്ലാസ്റ്റി ചെയ്തപ്പോൾ നല്ല റിസൾട്ട് തോന്നിയിട്ട് അത് ചെയ്തേ. അപ്പോൾ അവർ പുതിയത് ഇറങ്ങി, അതിൽ നോ കെമിക്കൽ ഒത്തിരി വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അധികം എടുത്തു. അപ്പോൾ ഇതിന് ഇത്രയും ഗുഡ് റിസൾട്ട് ഉണ്ട്. നിങ്ങൾ ആദ്യം മുടി കണ്ടതല്ലേ, പൊട്ടിപ്പൊളിക്കുന്നത് പൊട്ടിയ മുടി മുഖം കാണുന്നില്ലോ, പൊട്ടിപ്പൊളിഞ്ഞ മുടിയാണ്. പക്ഷെ ഇപ്പം നല്ല രസത്തിലല്ലേ എനിക്കല്ലേ. D3 ടെസ്റ്റ് ചെയ്ത് ഞാൻ ഒത്തിരി കാലമായിട്ട് പറഞ്ഞു, അനുസരണയില്ല ഒറ്റയിടത്ത്. അപ്പോൾ D3 ടെസ്റ്റ് ചെയ്ത് മൾട്ടി വിറ്റാമിൻ കഴിക്കാൻ ഒന്നും ചെയ്യില്ല. അപ്പോൾ പിന്നെ മുടി നരയ്ക്കും, പൊട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ അഹങ്കരിച്ചിരിക്കും. മുടി നരയ്ക്കുമ്പോൾ വിവരമാണ്, വേണമെങ്കിൽ ചെയ്തു എല്ലാം. അപ്പോൾ അതെ ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളറിയണല്ലോ എന്നാ പറഞ്ഞത്, എന്നാ പറഞ്ഞേ. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ള ഒരു നിരനിരയായിട്ട് പോലെ. ശരി എന്നാൽ.